ഈ മഴക്കാലത്ത് കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് കിടിലൻ റെയിനി മൂവീസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാ സിനിമകളും എല്ലാ കാലത്തും കാണാം. മഴയത്ത് കാണുന്ന സിനിമ, വെയിലത്ത് കാണുന്ന സിനിമ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ മഴയുള്ള സമയത്ത് ഈ സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ സിനിമകളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓരോ സിനിമകളും ഓരോ ജോണറിലുള്ളതായിരിക്കും. അതുപോലെ റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. വെറുതെ നമ്പർ ഇട്ട് പറയുന്നത് മാത്രം. നമ്പർ 15 ക്ലാസിക്. 2003 പുറത്തിറങ്ങിയ ഒരു സൗത്ത് കൊറിയൻ റൊമാന്റിക് ഡ്രാമയാണ് ക്ലാസിക്. ഫീൽ ഗുഡ് കാറ്റഗറിയിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണിത്. നമ്പർ 14 സീക്രട്ട്. 2007 പുറത്തിറങ്ങിയ മറ്റൊരു കൊറിയൻ റൊമാന്റിക് മ്യൂസിക്കൽ ഡ്രാമയാണ് സീക്രട്ട്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു തീപ്പൊരു ട്വിസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്പർ 13 ഒരു ചെറു പുഞ്ചിരി. MTയുടെ സംവിധാനത്തിൽ 2000 പുറത്തിറങ്ങിയ ഒരു ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമയാണ് ഒരു ചെറു പുഞ്ചിരി. ഈ സിനിമ കാണാത്തവരായിട്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. മികച്ച പെർഫോമൻസുകൾ കൊണ്ട് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ വാരിക്കൂട്ടിയ ഒരു സിനിമ കൂടിയാണിത്. നമ്പർ 12 ലിറ്റിൽ ഫോറസ്റ്റ്. ഒരു ഭംഗിയുള്ള ഗ്രാമത്തിലെ കൊതിയൂറും ഭക്ഷണ വിഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ലിറ്റിൽ ഫോറസ്റ്റ്. ഈ സിനിമയുടെ 2 വേർഷൻസ് അവൈലബിൾ ആണ്, ജാപ്പനീസും കൊറിയനും. കൂടുതൽ ആളുകൾക്കും ഇതിന്റെ കൊറിയൻ വേർഷനാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് ജാപ്പനീസ് ആണ് ഇഷ്ടമായത്. ജാപ്പനീസിൽ തന്നെ 2 പാർട്ടുകളായിട്ടാണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിന്റെ പേര് ലിറ്റിൽ ഫോറസ്റ്റ് സമ്മർ ആൻഡ് ഓട്ടം, രണ്ടാം ഭാഗം ലിറ്റിൽ ഫോറസ്റ്റ് വിന്റർ ആൻഡ് സ്പ്രിംഗ്. ഒരു പ്രത്യേക വൈബാണ് ഈ സിനിമയ്ക്ക്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. നമ്പർ 11 ദി വെയിലിംഗ്. 2016 പുറത്തിറങ്ങിയ ഹൊറർ മിസ്റ്ററി സിനിമയാണ് ദി വെയിലിംഗ്. ഇതും ഒരു കൊറിയൻ സിനിമയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ്, തമിഴ് വേർഷനുകളും അവൈലബിൾ ആണ്. നമ്പർ 10 റെയിൻകോട്ട്. അജയ് ദേവ്ഗൺ, ഐശ്വര്യ റായ് എന്നിവർ ഒരുമിച്ച് 2004 പുറത്തിറങ്ങിയ ഒരു കിടിലൻ ബോളിവുഡ് റൊമാന്റിക് ഡ്രാമയാണ് റെയിൻകോട്ട്. നമ്പർ 9 റിതം. ആക്ഷൻ കിങ് അർജുൻ നായകനായി 2000 പുറത്തിറങ്ങിയ കിടിലൻ ഫീൽ ഗുഡ് സിനിമയാണ് റിതം. ഒരു പഴയ തമിഴ് പടം എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കരുത്. ഇതൊരു സൂപ്പർ സിനിമയാണ്. ഒരുപാട് നല്ല പാട്ടുകളും ഈ സിനിമയിൽ വരുന്നുണ്ട്. നമ്പർ 8 ഗോഡ്സില്ല. ഗോഡ്സില്ലയുടെ ഒരുപാട് സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും 1998 പുറത്തിറങ്ങിയ ഗോഡ്സില്ല എന്ന ഈ സിനിമ നമുക്കൊരു പ്രത്യേക ഫീലാണ് തരുന്നത്. നമ്പർ 7 ഈറം. 2009 പുറത്തിറങ്ങിയ ഹൊറർ മിസ്റ്ററി തമിഴ് സിനിമയാണ് ഈറം. നമ്പർ 6 ഹാരി പോട്ടർ ആൻഡ് ദ പ്രിസണർ ഓഫ് അസ്കബാൻ. ഹാരി പോട്ടർ മൂവി ഫ്രാഞ്ചൈസിലെ എല്ലാ സിനിമകളും ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും ഹാരി പോട്ടർ ആൻഡ് ദ പ്രിസണർ ഓഫ് അസ്കബാൻ ഈ സിനിമയും മഴയും തമ്മിൽ എന്തോ ഒരു പ്രത്യേക കണക്ഷനൊക്കെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്പർ 5 ജംഗിൾ. 2017 പുറത്തിറങ്ങിയ ഹോളിവുഡ് അഡ്വഞ്ചർ ത്രില്ലർ മൂവിയാണ് ജംഗിൾ. ആമസോൺ മഴക്കാടിനുള്ളിലേക്ക് പോകുന്ന 3 പേരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. കാടും മഴയും വെള്ളച്ചാട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ജംഗിൾ എന്ന ഈ സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇതൊരു സർവൈവൽ മൂവി എന്ന കാറ്റഗറിയിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് കേട്ടോ. നമ്പർ 4 കാർബൺ. ഫഹദ് ഫാസിൽ നായകനായി എത്തി 2018 പുറത്തിറങ്ങിയ അഡ്വഞ്ചർ ത്രില്ലർ മൂവിയാണ് കാർബൺ. റിലീസിന് ശേഷം വൻ പരാജയമായി മാറിയ ഒരു സിനിമ കൂടിയാണിത്. എന്നാൽ ഇപ്പൊ ഇത് അണ്ടർ റേറ്റഡ് ജം മൂവി എന്നൊക്കെ പറഞ്ഞാണ് വാഴ്ത്തപ്പെടുന്നത്. ക്ലൈമാക്സിലെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു അന്ന് ഈ സിനിമ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം. നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണിത്. നമ്പർ 3 ബി വിത്ത് യു. 2018 പുറത്തിറങ്ങിയ കൊറിയൻ റൊമാന്റിക് ഫാന്റസി മൂവിയാണ് ബി വിത്ത് യു. ഫാന്റസി എന്ന ജോണർ വളരെ വ്യത്യസ്തമായാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്. ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ടച്ചിങ് ആണ്. നമ്പർ 2 7. 1995 പുറത്തിറങ്ങിയ ഹോളിവുഡ് ക്രൈം ത്രില്ലർ മൂവിയാണ് 7. ഒരു 5-ാം പാതിര വൈബൊക്കെ തരുന്ന സിനിമയാണിത്. മഴക്കാലത്ത് ഈ സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഒന്ന് കണ്ടു നോക്കുക. നമ്പർ 1 അപ്പോകലിപ്റ്റോ. ജീവിതത്തിൽ എന്തായാലും കണ്ടിരിക്കേണ്ട സിനിമ എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോകലിപ്റ്റോ. 2006 പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമ കൂടിയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് മികച്ചതെന്ന് തോന്നിയിട്ടുള്ള 15 റെയിനി മൂവീസ്. ഇതൊന്നും കൂടാതെ വേറെയും കുറെ സിനിമകളൊക്കെ ഉണ്ട് കേട്ടോ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ സിനിമയും എല്ലാ കാലത്തും കാണാൻ പറ്റും. എങ്കിലും ഈ ഒരു മഴക്കാലത്ത് ഞാൻ ഈ പറഞ്ഞ സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. എന്തായാലും അങ്ങനെ ഒരു ഫീൽ ആർക്കെങ്കിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക.